ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിൻ്റെ ഡെക്കറേഷനും അതിൻ്റെ ഫില്ലിങ്സും ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് 1 കിലോ വെയിറ്റ് വരുന്ന ബൗണ്ടി കേക്കാണ്. അപ്പോൾ നമ്മളിതിന് ഡിസ്കേറ്റഡ് കോക്കനട്ട് പുറത്തുനിന്ന് വാങ്ങുകയല്ല ചെയ്തത്, വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിത് കേക്ക് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പേ തന്നെ ഈ ഒരു ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു തേങ്ങ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് വശത്തെ ആ ഒരു കറുപ്പ് ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് കഴുകി, ഒരല്പം പോലും ആ ഒരു കറുപ്പിൻ്റെ ഒന്നും പാടില്ല, നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആവണം. ആ തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒരല്പം പോലും വെള്ളം പാടില്ല. അത് നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലൊന്ന് നമ്മളൊന്ന് പൊടിച്ചെടുക്കുക. മീൻസ് അത് ഒരുപാട് അരഞ്ഞു പോകരുത്. ചെറിയ ഒരു തരി പോലെ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും തരിയായിട്ട് നമുക്ക് കിട്ടണം. എന്നിട്ട് ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നമ്മൾ കയ്യിൽ ഒരു അല്പം പോലും വെള്ളം വരാൻ പാടില്ല എന്ന രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ഒരു രീതിയിലായിട്ടുണ്ട്. എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം അത് ഒഴിച്ച സമയത്ത് ആ ഒരു വീഡിയോ ഓഫായിരിക്കുമായിരുന്നു. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പിൻ്റെ പകുതി പഞ്ചസാരയും പിന്നെ ഒരു 1/4 കപ്പ് നിറച്ച്, ഇതിപ്പോൾ 1/4 കപ്പിൻ്റെ പകുതിയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടതെങ്കിലും പിന്നീട് ഞാനതിൽ ചേർക്കുകയും ചെയ്തു, കാരണം ഇട്ട് നോക്കിയപ്പോൾ മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ പഞ്ചസാര നമ്മുടെ ഇടയിൽ ചേർക്കരുത്, വീണ്ടും വെള്ളമായിട്ട് വരും. അപ്പോൾ ആദ്യം ചേർക്കുക, അതിന് ശേഷം പിന്നെ ചേർക്കുക. നന്നായിട്ട് മെൽറ്റായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും മധുരം നോക്കിയപ്പോഴേക്കും കുറച്ച് കുറവായിട്ട് തോന്നി. നന്നായിട്ട് മധുരം വേണം, അതൊരു ബൗണ്ടി ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും മധുരമായിട്ട് നമ്മൾ ആ ഒരു കണ്ടൻസ്ഡാണ് കൂടുതൽ. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടാണ് ബാക്കിയുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത്. ഇതേപോലെ നമ്മൾ ചേർത്ത് വന്ന് കഴിച്ച് നോക്കിയപ്പോഴേക്കും മധുരം കുറച്ച് കുറവായിട്ട് വീണ്ടും ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നല്ല മധുരത്തിൽ തന്നെ നമ്മളിത് എടുക്കുകയും വേണം. എന്നിട്ട് ഇതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ കയ്യിലിങ്ങനെ പിടിക്കാൻ പറ്റും നമുക്ക്. ഇതെല്ലാം കൂടി ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അങ്ങനെ ബൗണ്ടി ചോക്ലേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബൗണ്ടി ചോക്ലേറ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഡിസ്കേറ്റ് കോക്കനട്ട് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ഇതേപോലെ നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ കുറച്ച് ബാക്കി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അത് സെറ്റ് ചെയ്ത് വെച്ചെന്നാൽ കുറച്ച് നാളത്തേക്ക് അത് കേടാവുകയില്ലാതെ പെട്ടെന്നൊക്കെ ഒരു കേക്കിൻ്റെ ഇതുപോലെ ഓർഡർ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെടുത്തുനിന്ന് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ഇതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തത്. അത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയത്. നല്ല സോഫ്റ്റും നല്ല സ്മെല്ലും നല്ല കളറും ഒക്കെ ആയിട്ട് ഇതുപോലെയുള്ള നമ്മൾ ഹെർഷീസിൻ്റെ ചോക്ലേറ്റാണ്, കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മണമാണ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് എടുക്കുമ്പോൾ. നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. നല്ല സ്പോഞ്ച് പോലെ നമ്മളുടെ ആ ഒരു സ്പഞ്ച് ഇരിക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ ഗനാഷാണ് നമ്മളിതിൻ്റെ ഫില്ലിങ്സിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആ ഒരു ഫില്ലിങ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫില്ലിങ്. അപ്പോൾ നമ്മളിത് കൂട്ടി നമ്മൾ കഴിക്കുമ്പോൾ ആ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ബൗണ്ടി ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ അത്ര നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്കിതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിൻ്റെ ലെയറിൽ കൊടുക്കാനായിട്ട് നമ്മളിതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് കേടുകൂടാതെ ഇരിക്കും. എന്നിട്ട് ഇതുപോലെ നല്ല ഫില്ലിങ്സ് നന്നായിട്ട് നമ്മൾ കൊടുക്കുക. അത് ആ ഒരു കോക്കനട്ടിൻ്റെ അതിന് ശേഷം പിന്നെ സെക്കൻഡ് ലെയർ വെച്ച് ചോക്ലേറ്റും കൊടുത്തു, ഡെസിക്കേറ്റഡ് കോക്കനട്ടും അങ്ങനെ
നല്ല ഹെവി ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫില്ലിങ്സ് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ നമുക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഡെസ്കേറ്റഡിൻ്റെ ആ ഒരു മുകളിൽ ഡെക്കറേഷനൊന്നുമില്ല, ചോക്ലേറ്റ് ഒന്നും വയ്ക്കുന്നില്ല. ഒരു ഹാർട്ട് ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഫുൾ ഹാർട്ട് ഷേപ്പ് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ ചോക്ലേറ്റ് അങ്ങനെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ വയ്ക്കും. അപ്പോൾ അതിൻ്റെ അങ്ങനെ വയ്ക്കാനായിരിക്കും കൂടുതൽ ഭംഗി. ഇപ്പോൾ ഇതൊരു ഡിസൈൻ തന്നതുകൊണ്ടാണ് അത് വയ്ക്കാത്തത്. അപ്പോൾ ആ ചോക്ലേറ്റ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നന്നായിട്ട് പിടിച്ചിട്ട് അത് പിടിക്കാനിങ്ങനെ പറ്റും. എന്നിട്ട് ഉണ്ടയായിട്ട് പിടിച്ചിട്ട് അതൊന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള ബൗണ്ടി ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഒരു 2 മണിക്കൂറിന് ശേഷം ഫൈനൽ കോട്ടും കൊടുത്തു. പിന്നെ ഇതിൻ്റെ മുകളിൽ ഗനാഷാണ് വരണത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് ഗനാഷ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് നമ്മളെന്തായാലും ഒന്ന് ആ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബൗണ്ടി ചോക്ലേറ്റ് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാരൻറ്റി ഞാൻ തരികയാണ്. കാരണം അത്രയും ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങയാണെങ്കിലും മറ്റേ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്കിത് ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം കേക്കിൻ്റെ മുകളിൽ നിറച്ച് നമുക്ക് എഴുതാനുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് എഴുതി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്താണ് പിന്നെ ഹാർട്ട് ഷേപ്പ് നമ്മൾ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് ചെയ്ത് വെച്ചത്. പിന്നെ അതിൻ്റെ താഴെ ഭാഗമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നപ്പോൾ തന്നിരിക്കുന്ന പിക്കിൽ ഒരു നോസിൽ വർക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ഒരു ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ലുക്ക് വരട്ടെ എന്ന് കരുതി താഴെ ഞാൻ ആ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുത്തു. കുറച്ച് കട്ടിയിൽ, ഒരുപാട് കട്ടിയല്ല, എന്നാലും കുറച്ച് കട്ടിയിൽ നമ്മൾ ഒരു ചെറിയ ലെയറായിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ മുകളിൽ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഹാർട്ട് ഷേപ്പ് ഇതേപോലെ വെച്ച് കൊടുത്തു. നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റായിരുന്നു ആ ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫീലിങ്സ് തന്നെ കിട്ടിയെന്ന് കസ്റ്റമർ പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.